റെഡി? കടുകിട്ടു വറുത്തൊരു കടപ്പെണ്ണു മടിച്ചെന്നെ കുടുക്കിട്ടു വലിക്കല്ല മെടുക്കിപ്പെണ്ണേ. നമുക്ക് സംഭവം തുടങ്ങാം. അപ്പൊ ഒന്ന് കൈയടിക്കാം. കുഴൽ വിളി കേട്ടോ ഇവർക്ക് 3 പേർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. ഏതാന്നറിയാം? മറ്റേ പൊട്ടനായിരുന്നു ഞാൻ. അത് 3 പേരും പാടുന്നു. എന്റെ കൂടെ ആരുമില്ല, എന്റെ കയ്യിൽ ഒന്നില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. സ്പോർട്സ് സിനിമയെ പറ്റി വീണ്ടും നമുക്ക് റൊമാൻസ്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, കോമഡി ഉണ്ട്. വാലന്റൈൻസ് ഡേ അതുകൊണ്ട് ലവേഴ്സ് മാത്രം കാണാൻ പറ്റുന്നതല്ല, എല്ലാ ടൈപ്പ് ഓഡിയൻസിനും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കച്ചിരി കള്ളും കുടിച്ച് അപ്പൊ നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ ദി നെക്സ്റ്റ് എന്താ താൻ ബസറടി ബ്രോ പറയുന്നതിന് മുമ്പ് തന്നെ അത് കിട്ടിയതിന്റെ സന്തോഷത്തിൽ ബസറടി ഇവിടെ തുടങ്ങി. അപ്പൊ എന്തായാലും ഈ ഫെബ് 14 അല്ലേ വാലന്റൈൻസ് ഡേ സ്പെഷ്യലില് ഇറങ്ങാൻ പോകുന്ന മൂവിയാണ് റൊമാൻസ് എന്ന് പറയുന്ന മൂവി. നമുക്ക് 2 ടീമായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഗെയിമിന് വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ പടത്തിലൊരു ടീം, നമുക്ക് ഇവിടെ 2 ടീം എന്തായാലും വേണം. സോ ഞാനൊന്ന് എല്ലാവരും ഇന്ന് വെൽക്കം ചെയ്യാണ്. സംഗീത്, മാത്യൂസ്, അർജുൻ, മഹിമ ആൻഡ് ശ്യാം. അപ്പോ ആദ്യം തന്നെ ഇതിന്റെ റൂൾസ് ജസ്റ്റ് ഒന്ന് പറയാം, അത് കഴിഞ്ഞ് നമുക്ക് പടത്തിനെ പറ്റി പറയാം. അതായത് മൊത്തം ഒരു 14-15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 ടീമുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ എന്തെങ്കിലും ചോദ്യമായിരിക്കും. ഇതിന് ചോദ്യം ആൻസർ കറക്റ്റ് ആയിട്ട് അറിയുവാണെങ്കിൽ അപ്പൊ തന്നെ ബസ് അടിക്കുക, അറിയാമെങ്കിൽ മാത്രം. റൈറ്റ്? ആൻസർ പറയുക, അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസ് പോയി, മറ്റേ ടീമിന് പോകും. ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഏതെങ്കിലും ഒരു ബോക്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അത് നമ്മൾ വന്ന് എടുക്കും, അതിന്റെ പോയിന്റ്സ് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും. ഓൾറൈറ്റ്? ആൻഡ് ഈ 2 ടീമുണ്ട്. ഇതിൽ ആരുടെ ടീം അങ്ങനെ അല്ല, നമ്മള് കൂടെ നിൽക്കുമല്ലോ ഒരു ടീം. നമ്മളിവിടെ ഇഷ്ടമാണ് കേട്ടോ, ബോക്സ് ഞാൻ ഗസ് ചെയ്ത് പറഞ്ഞുതരാം. റൈറ്റ്? അപ്പൊ കഴിഞ്ഞ കളിയില് ഓർമ്മയില്ലേ പോയിന്റ്? ഈ 14 റൊമാൻസ് എന്ന് പറയുന്ന മൂവിയെ പറ്റി ഫസ്റ്റ് നമുക്ക് തുടങ്ങിയേക്കാം. അർജുൻ മിസ്റ്റർ പറയൂ. റൊമാൻസ് അല്ലേ? അടുത്ത ലൊക്കേഷൻ കിട്ടിയതാ. റൊമാൻസ് പടത്തിന്റെ ടൈറ്റിൽ പറഞ്ഞാൽ തന്നെ 2 ബ്രദേഴ്സിന്റെ റൊമാൻസ് പറയുന്ന ഒരു പടമാണ്. അതില് ബാക്കി എല്ലാവരും ട്രെയിലറിൽ കണ്ട പോലെ ഷിൻഡോ മിസ്സാവുമ്പോ ഇറങ്ങണേണ് അനിയൻ. അപ്പൊ അനിയന്റെ കൂടെ ഷിൻഡുവിന്റെ കൂട്ടുകാരും അനിയന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് അവരുടെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ടായിട്ട് ഷിൻഡുവിനെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു യാത്രയാണ്. ഒരു അടിപൊളി പൊട്ടൽ പരിപാടി. റൊമാൻസും റൊമാൻസിലെ റൊമാൻസ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ റൊമാൻസിലും റൊമാൻസ് ഉണ്ടാവൂലോ. അർജുൻ ഇങ്ങനെ നിക്കുക, അതിലേത് ഇത് എടുക്കണം എന്നുള്ള ചിന്തയിൽ നിൽക്കണം, ബോക്സ് വേണം. അപ്പൊ നമുക്ക് സംഭവം തുടങ്ങാം. അപ്പൊ കൈയടിക്കാം. അപ്പൊ ഇത് എ ടീം, ഇത് ബി ടീം. എ ടീം ഗൈസ് വേറെന്തെങ്കിലും പടത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണോ മറക്കരുത്. അപ്പൊ റെഡി? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് ചോദിച്ചോളൂ. അറസ്റ്റിലായ കുട്ടപ്പൻ ജയിലിൽ ചാടി രക്ഷപ്പെട്ടു, എന്നിട്ടും പോലീസ് കുട്ടപ്പനെ കോർട്ടിൽ ഹാജരാക്കി. എങ്ങനെ?
ഒന്നുകൂടെ ചോദിക്കോ? അറസ്റ്റിലായ കുട്ടപ്പൻ ജയിലിൽ ചാടി രക്ഷപ്പെട്ടു. എന്നിട്ടും പോലീസ് കുട്ടപ്പനെ കോർട്ടിൽ ഹാജരാക്കി. എങ്ങനെ? വേറൊരാളെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് അവിടെ കൊണ്ട് ഞാനിത് കൈ താളിയാ ഇപ്പൊ കേറിയാനെ ഞാന് ഇത് വേറെ രീതിയിൽ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ബോക്സ് ചൂസ് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? എനിക്കറിയില്ല, ഞാനല്ല അല്ല വെച്ചത്. നമ്മള് തീരുമാനിച്ച അല്ല ഒന്നെടുത്തോ 14 എടുക്കാം. 14. റൊമാൻസിന്റെ ഡേറ്റ് അല്ലേ? 14. ഓക്കെ നമ്മള് ഉത്തരം പറഞ്ഞില്ലേ, നമുക്കത് വരെ ഒന്നുകൂടെ തീരുമാനിച്ച് പതിനാല്. ഏതാണ്ട് പതിനാല്. അല്ല, മതി മതി 14 ആണ്. ഏതാ ഏതാ അല്ല, ചോദിക്ക- ഒരു തവണ അല്ലേ ഏതാ ഏതാണ്ട് ഇല്ല ഒരു തവണ പറഞ്ഞ പിന്നെ മാറ്റാൻ പറ്റില്ല. 14. ഞാൻ എടുത്തില്ല. 14 വേണം. ഏതാ വേണ്ടേ? ഞാൻ എടുക്കട്ടോ. പറഞ്ഞില്ല എടുക്കട്ടെ. അതല്ലേ പറഞ്ഞേ. ഇത്രയും വലിയ ക്ലൂ ഞാൻ തന്നിട്ട് ഓക്കെ. പോയിന്റ് അത് ഏറ്റവും അല്ല, കുറവാണ്. നമുക്ക് കൂടുതലുണ്ടേ. നൂറാണ് കുറവ്. ഉത്തരം പറയാം. എത്ര വരെ ഉണ്ട് ഞാൻ point? രണ്ടാമത് കൂടെ ഞാൻ ചോദിച്ചു. അല്ല 14 ആണ്. നമ്മൾ ആ ഇവിടെ ഡേറ്റിനോടുള്ള കഴിവിനൊന്നും ഒരു cheating ആട്ടോ. ഇത് ഇവിടെ cheating ആണ്. കഴിവിനൊന്നും അല്ല, വാല്യൂ ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ഡേറ്റിനോടുള്ള നമ്മൾ ചോദിക്കാൻ പാടില്ല. നമുക്കിത് മതി. ഓക്കെ, അപ്പൊ ജയിച്ച ടീം നമ്മളാണ് ജയിച്ചത്. ഇനി പറഞ്ഞോളാം. വേറെ എത്ര ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ജയിച്ചേ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവർക്ക് ഇനി ടാസ്ക് കൊടുക്കാം. ടാസ്ക് എന്താണ്? അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ. ഇതുപോലത്തെ മഹിമ പാടി ശ്യാം ഡാൻസ് കളിക്കണം. 10 ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞു. മഹിമ പാടി ശ്യാം ഡാൻസ് കളിക്കണം. പാടി ശ്യാം ഡാൻസ്. Yes. അപ്പൊ കൈ പക്ഷേ അടിക്കാം. ഒരു ഡൗട്ട്, ഇതുപോലത്തെ 10 ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറഞ്ഞു. ഒരു ചോദ്യം കൊണ്ട് അവർക്ക് 1000 കിട്ടിക്കഴിഞ്ഞാൽ അവരാണോ ജയിക്കുക? അല്ല, ഇത് 10 100 ഒരു 2 100 കാണത്തുള്ളൂ. Don't worry about that. എന്നാലും ലക്ക് കഴിവിന് ഇവിടെ വിലയില്ലേ? നീ ആദ്യം കളിക്കാതെ അപ്പൊ ടാസ്ക് ഡാൻസ് കളിക്കണം അല്ലേ? ഡാൻസ് വെറുതെ പറഞ്ഞാ അതൊന്നും വേണ്ട. രണ്ടുപേരും കൂടി ഒരു പാട്ട് പാട്. ആ ശരി. കൈ അടിക്കാം. കുഴൽ വിളി കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ. ഇത് ഞാൻ എന്നാ ചോദിച്ചേക്കാം. ഭയങ്കര സിമ്പിൾ. ഒരു ചായക്കടക്കാരൻ, ഓക്കെ, കുട്ടപ്പൻ ചേട്ടൻ ആയിക്കോട്ടെ, പേര് എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ചായക്കടക്കാരൻ ഒരു ദിവസം 210 ചായ ഉണ്ടാക്കി. 210 ചായ ഉണ്ടാക്കി. അതിലൊരു ചായക്കകത്ത് പല്ലി വീണു. ബാക്കി എത്ര ചായ ഉണ്ടാവും? 9. ആ 210 ചായ ഉണ്ടാക്കി, 9 ചായ ബാക്കി. Oh my God. എന്റെ ടീം ശ്രദ്ധിക്കുന്നില്ല. ഇനിയെങ്കിലും കറക്റ്റ് എടുക്കണേ. അയാൾ ഉണ്ടാക്കി 10 ചായ ഉണ്ടാക്കി. അതിൽ ഒന്നിനാ പല്ലി വീണ. Okay. 9. അല്ല, ഏത് വേണം? 6. എന്താ അത്? 6. നമ്മൾ തോറ്റു. അല്ല, അടുത്ത് വിളിപ്പിക്കേ. അതൊക്കെ എങ്ങനെയാണ്? അതെ, 300. 3 സംഖ്യന്നൊരു ഏറ്റവും ഇല്ല, ചിലപ്പോ ഒരെണ്ണത്തിനകത്ത് അവർക്ക് 1000 കിട്ടിയെന്നിരിക്കും. ഗൈസ് സെറ്റ് അല്ലേ? പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ടാസ്ക് ചോദിക്കാം. അതായത് February 14 ഇത് റിലീസ് ആവുന്നത്. ഇത്രയും നാളത്തെ ഇടയിൽ ഏറ്റവും ബെസ്റ്റ് വാലന്റൈൻസ് ഡേ ഏതാണ്? അതിനെപ്പറ്റി പുതിയ ഈ വരുന്നത് തന്നെ. കാരണം ഈ വരുന്ന അല്ല, ഇത് കഴിഞ്ഞ് ഇതിന് ഇത്രയും മുമ്പ് അത് കൂട്ടൂലല്ലോ. അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്രേമലൂർ റിലീസ് ആയിരുന്ന സമയത്ത് February 14 ഞങ്ങൾ ഒരു കോളേജിലൊക്കെ പോയിട്ട് ആ സമയത്ത് വാലന്റൈൻസ് ആയിരുന്നു അല്ലേ? അപ്പൊ എല്ലാ വർഷവും February 14 ഓരോ സിനിമ റിലീസ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമ എനിക്കറിയില്ല. മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സ് അല്ല? അതെ, 2018 അല്ല പ്രേമലുവാണോ? 2018 പറഞ്ഞ ആള് 2018 പക്ഷെ ആദ്യത്തെ ഉത്തരം തെറ്റല്ലേ? ഉത്തരം തെറ്റായിരുന്നു. ഞാനിവിടെ ഇരുന്ന് പക്ഷെ പറഞ്ഞല്ലോ ഉത്തരം. അല്ല, ആദ്യത്തെ ഉത്തരം കഴിഞ്ഞാൽ ഞങ്ങൾക്കല്ലേ ചാൻസ്? അങ്ങനെയായിരുന്നില്ലേ നേരത്തെ റൂള് പറഞ്ഞേ? അല്ല, ആ ഉത്തരം തെറ്റിട്ട് നിങ്ങൾ പക്ഷെ പറഞ്ഞോ? ഇല്ല, അതിന് മുമ്പേ ഒരു പറഞ്ഞു. പറഞ്ഞേ കുഴപ്പമില്ല, ഞാൻ ജയിച്ചു. അങ്ങനെയായിരുന്നില്ല, റൂളൊന്നായിരുന്നില്ല. നിങ്ങൾ ഉത്തരം പറഞ്ഞു അവര് ബെല്ലടിക്കണമില്ല. എന്നിട്ട് അല്ല, നിങ്ങൾ അടിച്ചില്ലല്ലേ? ഇല്ല, അറിയാനും പാടില്ല. ഞങ്ങൾ ചുമ്മാ അടിക്കരുത്. ഞങ്ങള് നമ്പർ പറയാം. നമ്പർ പറ.
ഒന്ന് പറയട്ടെ. ഒരു 1000 എടുത്ത് എങ്ങനെയെങ്കിലും. ഒന്ന് ഇതെങ്ങനെ ഒന്നിവിടെ പോയി. ഒന്ന് താഴ്ത്തുണ്ട്. പിന്നെ നീ പറഞ്ഞു എനിക്ക് അറിയില്ല അപ്പൊ നീ വിളിച്ചു പറഞ്ഞു ക്യാമറയിലുണ്ടോ. എടാ അത് അങ്ങനെയല്ലല്ലോ ഇതിന്റെ റൂള്. അങ്ങനെ തന്നെ. കിട്ടി ഒന്ന് എങ്ങനെയാ? 1000 10000 അതെ നിങ്ങൾ ബസ് അടിക്കണം. പക്ഷേ ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങൾ ബസ് അടിച്ചായിരുന്നു. ഞാൻ വിഷമം കൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കായിരുന്നത് 1000 ആന്നുള്ളത്. 1400. പക്ഷേ ഇത് ചീറ്റിംഗ് ആണ്. അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇത് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. നിങ്ങൾ ബസ് അടിച്ചായിരുന്നോ? ബസ്സടിച്ചിട്ട് അവരെന്താ പറഞ്ഞേ എനിക്ക് ഉത്തരം അറിയില്ല എന്ന് അപ്പൊ തന്നെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അവർക്ക് ബസ് അടിച്ചില്ല. ഞങ്ങൾ അടിച്ചു. എന്തായാലും ഞാൻ ഒത്തിരി വിഷമത്തോടെ മഹിമയ്ക്ക് ഒരു ടാസ്ക് തരാം. എനിക്ക് മഹിമ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ നിങ്ങളുടെ കാസർഗോഡ് ഭാഷ പറയുന്നത്. ഒരു മീൻസ് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടി ഒരു 30 seconds എന്തെങ്കിലും നിർത്താണ്ട് കാസർഗോഡ് എന്തെങ്കിലും സംസാരിക്കും. റൊമാൻസിനെ പറ്റി എന്താ എന്താ നിങ്ങൾ ഇപ്പൊ കാണിച്ചത് എന്ത് പെറ്റ് പാർഷ്യാലിറ്റി കാണിക്കുന്ന ഓരോട് നേരത്തെ എന്ത് റൂള് ചെല്ലിയത് നിങ്ങൾ ആൻസർ ചെല്ലിട്ട് തെറ്റായെങ്കിൽ ഞങ്ങൾക്ക് ചാൻസ് തരുന്നല്ലേ എന്ത് നിങ്ങൾ അങ്ങനെ ചെല്ലോ അപ്പൊ നിങ്ങളുടെ ടീമാണ് എന്ത് കാണിക്കുന്നത് അങ്ങനെ അങ്ങനെ തമ്പിക്കല്ലേ. അല്ല ഞാൻ നിങ്ങൾ സമയം കൊള്ളിക്കാൻ വേണ്ടിയാണ് 30 സെക്കൻഡ് പറഞ്ഞത് ഇന്റർവ്യൂവിന്റെ. അല്ല ആവേശത്തിൽ പറഞ്ഞു അടുത്ത അവര് പോവാണെങ്കിൽ ഒരാവശ്യമില്ല അങ്ങനെ നിങ്ങൾ ഒരു ഔട്ടാരത്തിന്റെ അതെ അങ്ങനെ വർഷം വേണ്ട അല്ലേ? തോറ്റാലും കുഴപ്പമില്ല. തോറ്റു അത് തന്നെ അങ്ങനെ പറ, പാർഷ്യാലിറ്റി വേണ്ട. ശ്യാമി ടീമിലില്ല ശ്യാമ അടുത്ത സെറ്റ് ഞാൻ ലഭിക്കുന്നത്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ മലയാളം സോങ് ഇത് പറഞ്ഞു കഴിഞ്ഞ് തെറ്റാണെങ്കിൽ അപ്പൊ അവിടെ പറയണേ. സമയം എടുക്കാം. സമയം 20 seconds. 20 seconds. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ മലയാളം song. ഞാൻ ഏറ്റവും ആദ്യം ടാസ്കുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമാണ്. ടീം ടാസ്ക് എന്നിട്ടായിരുന്നു പേര്. അഞ്ച് എങ്ങനെ എങ്ങനെ അഞ്ച്. Oh my God. 10,000 പിന്നെ 1000 മാറ്റിയെടുക്കില്ലല്ലോ ശംഭു. നിങ്ങൾക്ക് അവിടെ 0 പോലും ഉണ്ടാ. അവർക്ക് എന്താ കിട്ടിയെന്ന് അവർക്കും കൂടി തോന്നുന്നു. നിങ്ങളുടെ ടീം പ്രോത്സാഹിപ്പിക്കും. ഞാൻ നല്ലോണം പ്രോത്സാഹിപ്പിക്കും. അല്ല ഇവരുടെ പോയിന്റല്ലോ എന്തായാലും അവർ കൊടുത്തു. ഇനി മഹിമയ്ക്ക് പറയാൻ പറ്റുമേ. ഇനി തിരിച്ച് ടാസ്ക് കൊടുക്കാം. റൂൾസ് മാറ്റിയൊന്നും ഞങ്ങൾ ചെയ്യൂല കേട്ടോ. അല്ല നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല. അല്ല എന്തായാലും തിരിച്ചൊരു ടാസ്ക് കൊടുത്തു. അതെന്ത് പരിപാടി? 0 കിട്ടിയില്ലേ? അതെങ്കിലും അവര് ജയിക്കട്ടെ. അത് ഞാൻ കൊടുക്കണോ ടാസ്ക്? ഇഷ്ടമുള്ള കൊടുത്തു. എന്താ ടാസ്ക് കൊടുക്കണ്ടേ? ഇവർക്ക് 3 പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. ഏതാന്നറിയാം മറ്റേ പൊട്ടനായിരുന്നു ഞാൻ. അത് 3 പേരും പാടണം. പൊട്ടനായിരുന്നു ഞാൻ. 3 പേരോടെ പാടാം. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കൂടെ ആരുമില്ല, എന്റെ കയ്യിൽ ഒന്നില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. അടുത്ത ചോദ്യം. ഒരു മരത്തിൽ 10 പക്ഷികൾ ഇരിക്കുന്നു. ഒരു വേട്ടക്കാരൻ വെടിയുതിർത്തു. വെടിവെച്ച് 9 പക്ഷികള് മുകളിലൂടെ പറന്നുപോയി. എന്നാ ഒരു പക്ഷി മാത്രം അവിടെ തന്നെ ഇരുന്നു. എന്തുകൊണ്ട്? ചിറകില്ലാത്തോണ്ടോ? ഞങ്ങളല്ലേ അടിച്ചത്? അല്ല അത് അവരടിച്ചു. ഒരു മരത്തില് 10 പക്ഷികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു വേട്ടക്കാരൻ വന്നിട്ട് വെടിവെച്ചു. 9 പക്ഷികൾ മുകളിലൂടെ പറന്നുപോയി. എന്നാ ഒരു പക്ഷി മാത്രം അവിടെ തന്നെ ഇരുന്നു. എന്തുകൊണ്ട്? കാലുകൊണ്ട്. അല്ല ഉത്തരം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് പറയേണ്ട ചാൻസ്. ചിറകില്ലാത്തോണ്ടോ? പറഞ്ഞു.
ചിറകില്ലാത്തോണ്ടോ? പക്ഷിയുടെ സൗകര്യം പക്ഷിയുടെ അതിനെ കുറച്ചും കൂടി പൊലിപ്പിക്കാൻ പക്ഷിക്ക് സൗകര്യമില്ലായിരുന്നു. പക്ഷിക്ക് താല്പര്യം കാലുകൊണ്ട് ചിറക് അതൊക്കെ തന്നെ കുറച്ചും കൂടി അതൊക്കെ അല്ല അങ്ങനെ ആ, അതൊക്കെ പക്ഷിക്ക് പറക്കാൻ തോന്നിയില്ല. കുറച്ചും പക്ഷിയുടെ ഇഷ്ടം. ഒന്ന് പുച്ഛിച്ച് പറയുന്നു. ഇത്രയും ക്ലൂ ഇത്രയും ക്ലൂ പറക്കാൻ ഇഷ്ടമല്ലാത്തോണ്ട് പറ സൗകര്യം ഇല്ലാത്തോണ്ട് അഹങ്കാരം അത് തന്നെ അഹങ്കാരം അതാണ്. അത് തന്നെ സൗകര്യം ഇല്ലാത്ത സൗകര്യം ഇല്ലാത്തോണ്ട് പക്ഷെ അത് വേറെ കാര്യം. അപ്പൊ ഏതാണ് ഇതില് പുച്ഛല്ലോ. ഏതെങ്കിലും പറഞ്ഞോ? ഉത്തരം പറ ആള് പറഞ്ഞോ? 1000 ഉണ്ട്, 1000 ഞങ്ങൾ 500 ഉണ്ട്, 8. എട്ടോ Oh my God. മാറ്റാൻ പറ്റില്ല ഇനി. എടാ, ഒരു ചോദ്യത്തിനോട് ആൻസർ പറഞ്ഞ ഇവര് ജയിക്കും. 900 എങ്ങനെ ഇരിക്കാനാ? നമുക്ക് 1400 ഉണ്ട്. അത്ര ഉണ്ട്. പക്ഷേ കേറി അടുത്തത് അതൊരു 500 ഡിഫറൻസ്. എന്താ ടാസ്ക് കൊടുക്കുക? ഒരു ഐഡിയ പറഞ്ഞേ. കഷ്ടപ്പെടുത്തുന്ന ടാസ്ക് കൊടുക്കാം. ഫേമസ് ഡയലോഗ് മാത്യു സംഗീതം പറയും. ഫേമസ് ഡയലോഗോ എന്തെങ്കിലും ആക്ഷനോ ആക്ഷൻ ഇതാ കാട്ടി കൊടുക്കും. ആക്ഷൻ എന്ന് പറഞ്ഞു കുഴപ്പമില്ല. ഉണ്ടല്ലോ പിന്നെ രോമാഞ്ചത്തിലൊക്കെ 3 പേരും കൂടി രോമാഞ്ചത്തിന്റെ ആക്ഷൻ കളിക്കും. 3 പേരും കൂടി രോമാഞ്ചത്തിന്റെ ആക്ഷൻ ഒരു 5 സെക്കൻഡ്. ബൂമറാങ്ങോ അത് ഞങ്ങൾ ഒരു പ്രാവശ്യം കാണിക്കാം. നിങ്ങൾ ബൂമറാങ്ങിൽ ഇട്ട് 10 സെക്കൻഡ് ആക്കിയോ മതി. കാണിച്ചു എവിടെ കാണിച്ചു? ഞാൻ കാണിച്ചൂല. കാണിച്ചതാണോ? കണ്ടില്ല, ഞാൻ ഷാമിനെ നോക്കുമായിരുന്നു. കാണിച്ചെടുക്കണ നീ കാണിച്ചു. നീ കാണിക്കേ. ഓക്കേ അച്ചുവേട്ടനെ കാണിക്കാം. ഞാൻ കണ്ടില്ല. നീ കളിപ്പിക്കുക. അവര് ഇലിമിനാറ്റി കിടക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയാത്തവർ, അതായത് പറയാത്തവര് ഡാൻസ് ആണ് കളിക്കേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണ്ട അടിച്ചു. ക്വസ്റ്റ്യൻ ഞാനാണ് ചോദിക്കണ്ടേ? ഈസി 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 വെരി ഈസി. പോകുമ്പോ ആർക്കും പൊതുവെ വലിയ ഇഷ്ടമൊന്നും, പോകുമ്പം ആർക്കും വലിയ പൊതുവെ അത് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ വരുമ്പോ എല്ലാരും ഭയങ്കര ഹാപ്പി ആവും. പൈസ. ഇനി ഇവിടെ പറ. തെറ്റ്. പോകുമ്പോ ഇഷ്ടപ്പെടാറില്ല, പക്ഷെ വരുമ്പോ യെസ് ഹാപ്പി ആവും. ആക്ച്വലി ഇവർക്ക് ഇനി പറയാൻ പറ്റത്തില്ല. നല്ല ഉത്തരമായിരുന്നു അത്. അല്ല അവർക്ക് ഇത് എന്തുകൊണ്ടല്ലാന്നും കൂടെ പറഞ്ഞു തരണം കേട്ടോ. പറയാം. ഭയങ്കര ഹാപ്പി വന്നേ. ഇപ്പൊ കാശ് പോയിട്ട് കാശ് ഇച്ചിരി കിട്ടി അങ്ങനെ പറയും. ഇതൊരു സഡൻ റിയാക്ഷൻ ആയിരിക്കും ഇത് വന്നു കഴിയുമ്പോ. അങ്ങനെ ഒരു ക്ലൂ. പോകുമ്പോ അതായത് നമ്മള് കാശ് കൊടുത്തു കഴിയുമ്പോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കാശ് നമ്മൾ ഒരാൾ കൊടുത്തു കഴിയുമ്പോ നമ്മൾ പറയത്തില്ല. ഇത് നമ്മള് പോകുമ്പോ ഇങ്ങനെ വെക്കും, വരുമ്പോ യെസ് വന്നേന്ന് പറയും. കാശ് നമ്മൾ അങ്ങനെ, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങള് പറയരുതേ, നിങ്ങളുടെ ചാൻസ് തീർന്നാണ്. ക്ലൂ കറണ്ട് ഇടക്കിടക്കൊക്കെ നമ്മള് ഡെയിലി നിങ്ങളുടെ കറക്റ്റ് കറക്റ്റ് 16 നിങ്ങളുടെ ചാൻസ് അതിനെന്താ നിങ്ങളുടെ അവസരം കഴിഞ്ഞില്ലേ? അതെന്താണ്? അതതിന്റെ ഇടയ്ക്ക് കണ്ണും 300 കിട്ടി ഓൾറെഡി. അത് ഒന്നുകൂടെ ഉണ്ട്, കുറെ ഉണ്ട്. അല്ല ഈ 300ന്റെ പകുതി കൊടുക്കാൻ പറ്റും. ശരിയാണല്ലോ. അതിന് കാര്യമില്ല. സമ്മതിച്ചില്ലല്ലോ. അല്ല അല്ല ഞാൻ പറഞ്ഞില്ല. അല്ലല്ല നേരത്തെ അല്ല അതിന്റെ റൂള് ഡിഫറൻസ് പറഞ്ഞേ. അല്ല അതിന്റെ അത് പിന്നെ ഡിഫറൻസ് അങ്ങ് ഡിസ്മിസ് ചെയ്ത് വിട്ട്. മറ്റേ ഇവര് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാന്ന്. ഞങ്ങള് പറയാൻ സമയം തന്നിട്ടില്ല. കറണ്ട് പറഞ്ഞു. അല്ല അത് ഞാൻ കേട്ടില്ല. അതാരാ അല്ല അല്ല ആദ്യം പൈസ പറയരുതെന്ന് പറഞ്ഞു. സ്വന്തം അല്ലല്ല പൈസ പറയരുത്, ഇനി പറയരുതെന്ന് പറഞ്ഞു. നേരത്തെ ഒരു റൂള് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ട് തെറ്റില്ലല്ലോ. ഫസ്റ്റ് ടൈം പറഞ്ഞ് നിങ്ങൾക്ക് ഇവർക്ക് സമ്മതിച്ചില്ലേ? ഇവരെടുക്കാൻ സമ്മതിച്ചില്ലേ? ആരെങ്കിലും കേട്ടോ? ഞാൻ കേട്ടു. കേട്ടോ? സ്വന്തം ടീം കേട്ടോ? ഞാൻ ശ്യാം പറഞ്ഞില്ല. അവരല്ലേ പറഞ്ഞേ? ഡാൻസ് ഡാൻസ് ശരിയാണ്. കറക്റ്റ് ടൈമിൽ അടിച്ചു കൊടുത്തു. ഡാൻസ് അല്ലേ? ഓക്കെ കളിക്കാം.
ഏത് പാട്ടാണ് ഏത് പാട്ടാണ് ഞങ്ങളുടെ പാട്ട് റൊമാൻസിന്റെ പാട്ട് ആ പാട്ടിൽ ഞാനില്ല, ഞാൻ കാണാൻ സാരോ എന്നാലും ബാ. ഒരു ടീമല്ലേ? പാട്ടോടൊന്നായി അവിടെ പോയി റെഡി 1 2 3 ഇതിലും വലിയ ടാസ്ക് ഒന്നും കൊടുക്കാൻ. ഇനി അടുത്ത ടാസ്ക് ഉത്തരം പറയാത്ത ടീം ഒരു കഥ പറയണം കേട്ടോ. എന്തെങ്കിലും ഒരു കഥ സെറ്റിൽ നടന്നതോ എന്തെങ്കിലും. ഞാൻ നോക്കും തീരുമാനിച്ചു. അപ്പൊ ഇനി അമ്മൂല്ലേ ചോദിക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗായ്സ്. ഞാൻ ഇതിലെ ഒരു കഥ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഞാൻ ഏറി കേറി ഇറങ്ങിയിട്ട് ഒരു വർഷം. അയ്യോ, ആ കഥ ഞാൻ പിന്നീട് ഇറങ്ങും. ഒരു വർഷം ഇത് കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം കേട്ടോ. അതാ അവരോട് പറ, ഞങ്ങൾ നോക്കി പറയല്ലേ. ഓക്കെ, രണ്ടുപേരെ ബുദ്ധി ഉപയോഗിക്കണേ. വേണ്ടപ്പോൾ വട്ടത്തിൽ, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. 10 സെക്കൻഡ് ഉള്ളേ. വേണ്ടപ്പോൾ വട്ടത്തിൽ, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. നിങ്ങൾ ആൻസർ ഇപ്പൊ പറഞ്ഞ അസാധുവാവും. ഇപ്പൊ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 8 എന്താ എന്താ പറഞ്ഞ അട്ട അട്ട അല്ല. അല്ല. ഇനി ഇവരാണ്. നിങ്ങൾ പറയരുത് ഇനി. ക്ലൂ ഒന്നും വേണ്ട, നിങ്ങൾ ക്ലൂ ഒന്നും ചോദിക്കില്ലല്ലോ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തേ. നമ്മൾ സീസണില് യൂസ് ചെയ്യുന്ന സാധനമാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് ക്ലൂ. സീസണലി യൂസ് ചെയ്യുന്ന സാധനമാണ്. 10 സെക്കൻഡ് ഉള്ളേ. സീസണലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ സീസണലി യൂസ് ചെയ്യും. ശരി. വേണ്ടപ്പോൾ നീളത്തിൽ, വേണ്ടപ്പോൾ വട്ടത്തിൽ, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. 7 നമ്മൾ സീസണലി യൂസ് ചെയ്യുന്നതാണ്. കൊട കൊട കൊട. വേണ്ടപ്പോൾ വട്ടത്തിൽ, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. ചിലപ്പോ വെള്ളപ്പൊക്കെ കഥ പറയട്ടെ. ഏതാണ് അപ്പൊ വേണ്ടത്? ഏതാ വേണ്ടേ? വേഗം പറഞ്ഞോ. ഈശ്വരാ പ്രാർത്ഥിച്ചിട്ട്. 12 ഐശ്വര്യമുള്ള നമ്പറാ. പറഞ്ഞോ. അതോ 17 എടുക്കുന്നു? 17 വിശ്വാസമില്ല. അല്ല 17 വല്ല മോശം നമ്പറും ആണെങ്കിൽ. നോ ഗൈസ്. അയ്യോ സോറി. 600. അരി എനിക്കറിയത്തില്ല. ഇവര് വെച്ചത്. അവിടെ നമുക്ക് 1500. അല്ല നീ കൊടുക്കും. അല്ല ഞാൻ കൊടുക്കും. താങ്ക് യു. അപ്പൊ എത്ര? 1500. 700. അപ്പൊ കഥ. ഓക്കെ, കുറച്ച് കൂട്ടുകാര് ടൂറിനോണെന്ന് പറഞ്ഞ് കൊടൈക്കനാല് പോയി. അപ്പൊ അവര് ഗുണാക്കിയത് കാണാൻ പോയി. അതിലൊരു കൂട്ടുകാരൻ കുഴിയിൽ പോയി. ഇതല്ല ആ കൂട്ടുകാരന്റെ ഒരു സുഭാഷ് എന്ന് ബാക്കി ഉള്ള കഥയാ തോന്നുന്നല്ലേ? ആരും കേൾക്കാത്ത കഥ ആരും കേൾക്കാത്ത കഥ പറയാം. ആരും കേൾക്കാതെ ഞങ്ങളല്ലേ ടാസ്ക് തരണ്ടേ? നിങ്ങളല്ലേ തീരുമാനിക്കണ്ടേ? അവര് ഓൾറെഡി പറഞ്ഞു അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാത്ത. അല്ലല്ല, അവരെ തീരുമാനിക്കുന്ന കേട്ടോ. ആരും കേൾക്കാത്ത കഥ ഇപ്പൊ ഓക്കെ. ആരും കേൾക്കാതെ പറഞ്ഞു. സൂപ്പർ ആയിരിക്കണം, സൂപ്പർ ആയിരിക്കണം. അതെ അതെ. കിട്ടും. രണ്ടിലും ഞങ്ങൾ ഏറില്ല. നിങ്ങളുടെ സെറ്റിൽ നടന്ന എന്തെങ്കിലും ഒരു സംഭവം. അതായത് മാറ്റിനെ പ്രോത്സാഹിപ്പിച്ച് ഇവർക്കൊക്കെ കൊടുക്കട്ടെ ആ ശിക്ഷ. മാങ്കോ മാങ്കോ വാങ്ങും പറഞ്ഞു മനസ്സിലാവില്ല. 600 രൂപ പറയണം. സെറ്റ് നടന്നോളൂ. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒരു മഴ ചാറിയപ്പോ ചപ്പാത്തി എടുത്ത് കൊടുത്താൽ സെറ്റ് ചെയ്തൊന്നും വർക്കാവില്ല. അത് ആ സമയത്ത് അടിക്കും. പിന്നെ ഞങ്ങള് ഒരു 25 വട്ടം അത് പറഞ്ഞു കഴിഞ്ഞ്. അപ്പൊ പിന്നെ പറഞ്ഞ കാര്യമില്ല. വേറെ എന്തെങ്കിലും കഥയുണ്ടോ? ഉണ്ടാക്കിയ കഥയാണെങ്കിലും കുഴപ്പമില്ല. അതാണ് പറഞ്ഞത്. പൂവർക്കഥ പറയട്ടെ. അയ്യേ നമ്മുടെ പറയാൻ പോണോ? ചേട്ടൻ അനിയൻ അതിന് ചേട്ടനെ കാണാതാവും. ഇതിന്റെ ഡയറക്ടർ ഇപ്പൊ വരും കേട്ടോ. പിന്നെ ചേട്ടനെ കണ്ടുപിടിക്കാനുള്ള യാത്രയാണ്. അതിന്റെ ബാക്കി അറിയണമെങ്കിൽ February 14 തിയേറ്ററിലാണ്.
സ്പൈക്ക് സ്പൈക്ക് ഇട്ട് ഫ്രഷ് ചോദ്യത്തിന് ഫ്രഷ് ഉത്തരം. റിലീസ് പോലും ആയിട്ടില്ല, അപ്പൊ ഫ്രഷ് തന്നെയാ. ഈസി ക്വസ്റ്റ്യൻ, കിടിലൻ ക്വസ്റ്റ്യൻ. ഒന്നെടുത്താ 2 വെയിരാജ വെയ്. ഇപ്പൊ ചോദിക്കാൻ പോവാ. ഞാനൊരു അതായിരിക്കും. ഓക്കെ, ജീവിതകാലം മുഴുവൻ സുന്ദരനാകാൻ എന്ത് ചെയ്യണം? ഞങ്ങളാണ് അടിച്ചത്. കൺഫേം ഞങ്ങൾ ഐ ഡോണ്ട് നോ. ഞാനത് രണ്ടുപേരും ഒരേപോലെ അടിച്ചേ. പേര് ഒന്ന് അന്ന് അങ്ങോട്ട് പേര് സുന്ദരൻ ഇട്ടാ. ഇവിടെ പറഞ്ഞു. ആരാദ്യം പറഞ്ഞ? ഞങ്ങളെല്ലാം അടിച്ചാദ്യം. ശ്യാമിനെല്ലാം ഉത്തരം ഇല്ലില്ല, ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കണല്ലോ. ആൻസർ പറഞ്ഞത് അർജുനാണ്. ബസർ അടിച്ചത് ഒരുമിച്ചാണെന്ന് പറഞ്ഞത്. ബസർ അടിച്ച പക്ഷെ അവര് പറഞ്ഞോളാൻ പറഞ്ഞ ഞങ്ങളെടുത്ത് ഞങ്ങളിപ്പോ പറഞ്ഞോളാൻ പറഞ്ഞു. അത് വെറുതെ അവര് വഴക്കുണ്ടാക്കണ്ടെന്ന് നിർത്തി ഞാൻ പറഞ്ഞു. പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പേര് സുന്ദരാന്ന് ഇട്ടാ മതി. പക്ഷെ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ രണ്ടുപേരും വിന്നേഴ്സ് ആണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങള് രണ്ടുപേർക്ക് കൊടുക്കാം. കാരണം ഞാൻ പറയട്ടെ, സത്യം വീണ്ടും പറ, ഏത് ടീമാ അത് കണ്ടോ? അവരൊക്കെ കുറെ പ്രാവശ്യം എന്നെ നിങ്ങൾ പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാൻ പാർഷ്യലേ അല്ല. കുഴപ്പമില്ല, ഞങ്ങള് ഉത്തരവാണ് പറഞ്ഞ ആദ്യം. പേര് പറയൂ, സുന്ദരാന്ന് ഇട്ടാ മതി. ഏതാണ് ബോക്സ് വേണ്ടത്? നിങ്ങ പറഞ്ഞ ബോക്സ് 13. 13. അൺലക്കി നമ്പർ. പക്ഷെ അതല്ലേ 13 എന്ത്? അറ്റത്തറ്റത്ത് ഇവിടെ ടോപ്പ് ഓറഞ്ച്. വൗ, 400. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 15 ചോദ്യം എന്നല്ലേ പറഞ്ഞേ? ടാസ്ക് കൊടുത്തു. ഡൺ. അപ്പൊ നിങ്ങൾക്ക് ഒരു കഥ പറയാം. കഥ എന്തെങ്കിലും ഒരു കഥ. കഴിഞ്ഞ പ്രാവശ്യത്തെ കഥ ആക്ച്വലി ഹിറ്റ് ആയിരുന്നു. ഞങ്ങൾ ഇത്തവണ അവരെ വെറുതെ വിട്ടു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാൽ ടാസ്ക് വേണ്ട പാവങ്ങൾ, ഞങ്ങൾ വെറുതെ വിട്ടു. ഒന്ന് ടാസ്ക് ഇല്ലാത്തതാണ് ഒരു ടാസ്ക്. അങ്ങനെ ആക്കി എടുത്ത് ഒരു കഥ പറയൂ. ഒരിക്കൽ രാജും രാധയും കാട്ടിലൂടെ പോവുകയായിരുന്നു. പെട്ടെന്ന് അതാ മുമ്പിൽ ഒരാൾ കിടന്നുറങ്ങുന്നു. അപ്പോൾ രാജു, അങ്ങ് ആരടാ നീ? അപ്പോൾ രാധ, അങ്ങ് എഴുന്നേറ്റ് പോടാ. അപ്പോൾ രാജു, ഓംഹ്രി കുട്ടിച്ചാത്ത. അപ്പോൾ മായ, വേറെ പണിയില്ലേ പോടാ. വാവ്, അതെ, തീർന്നു, കഥ തീർന്നു. 10 സെക്കൻഡ് എടുത്തു. ബാലരമയൊക്കെ വായിക്കായിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ചാനലിന്റെ പേരിലാണ് ഒരു പേരിന്റെ മലയാളവും ഇംഗ്ലീഷും ഉള്ളത്? പോകോ. ഓ നൈസ്, അടിപൊളി, സൂപ്പർ. പോ ഗോ. പോ ഗോ. മലയാളവും ഇംഗ്ലീഷും ഉള്ള ഒരു ചാനൽ. 18. ഞാനത് നോക്കിക്കോട്ടെ. കണ്ട ഇതാ ഞാൻ ചോദിച്ചേ, ചോദ്യം തീർക്കണതിന് മുമ്പ് ബസ് അടിച്ചെന്ന് സംഭവിക്കും. അയ്യോ, കഷ്ടപ്പെട്ട് ഉത്തരം പറഞ്ഞ നല്ല പൂജയൊക്കെ ആണെങ്കിലേ 200. ഞാൻ പെട്ടെന്ന് 2100. ഓക്കെ, ഇനി അബൌട്ട് സിനിമയെ പറ്റി വീണ്ടും നമുക്ക് റൊമാൻസ്. അപ്പം രണ്ട് ബ്രോ തമ്മിലുള്ള ഇതാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഫാമിലി, ഒരു ഹാപ്പി. ഇതിനകത്ത് വാലന്റൈൻസ് ഡേക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിനകത്തൊരു റൊമാൻറ്റിക് മൂവിയാണോ അങ്ങനെ ട്രെയിലറും പരിപാടികളൊക്കെ കാണുമ്പോൾ നമ്മൾ അത് വെച്ച് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, മാത്യൂസ് എന്താണ് മൂവി? നേരത്തെ പറഞ്ഞ പോലെ എന്റെ ചേട്ടനെ കാണാണ്ടാവും. ഞാൻ ബിൻഡോ അതൊക്കെ പറഞ്ഞല്ലേ. റൊമാൻസ് ഉണ്ട് പടത്തില്. പക്ഷെ റൊമാൻസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് റൊമാൻസിനാണ്, ബ്രദർഹുഡ്, ഫ്രണ്ട്ഷിപ്പിനാണ്. കാരണം ഒരു അടുപ്പുള്ള ആളെ തപ്പി പോകുമ്പോൾ കുറെ അടുപ്പില്ലാത്ത സുഹൃത്തുക്കൾ, അടുപ്പില്ലാത്ത കുറെ സുഹൃത്തുക്കളെ കിട്ടുകയും അവര് തമ്മിൽ ഒരു ബോണ്ട് വരികയും ചെയ്യുന്നതാണ് ബേസിക്കലി പടത്തിന്റെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് കുറച്ച് അടിപൊളിയാണ്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, കോമഡി ഉണ്ട്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ലവേഴ്സിന് മാത്രം കാണാൻ പറ്റുന്നതല്ല, എല്ലാ ടൈപ്പ് ഓഡിയൻസിനും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഇപ്പൊ എന്റർടൈൻമെന്റ് പടമാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ജഡ്ജ്മെന്റൽ ആയിട്ടിരുന്ന അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് കാണേണ്ട ഒരു സിനിമയൊന്നുമല്ല. നമ്മളൊരു പോപ്പൂണ് വാങ്ങിച്ച് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് തിരിച്ച് ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു പടം. എല്ലാവർക്കും ഫാമിലി, അതെ, എല്ലാവർക്കും കാണാം. സൂപ്പർ. റൈറ്റ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോ സ്കൂളിൽ നിന്നും പഠനം കഴിഞ്ഞിറങ്ങിയ ഒരു വൈദികനെ എന്ത് വിളിക്കും? അത് എന്റെ നേരത്തെ പറയാഞ്ഞേ. ഇത് കണക്കൂട്ടത്തില്ല. ഇനി നിങ്ങൾക്കാണല്ലോ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ലോ സ്കൂളിൽ നിന്നും പഠനം കഴിഞ്ഞിറങ്ങിയ ഒരു വൈദികൻ, പ്രീസ്റ്റിനും ലോ സ്കൂൾ പഠിക്കാലോ, വൈദികനെ എന്ത് വിളിക്കും? അയാളുടെ പേര് വിളിക്കോ?
ഓക്കെ നെക്സ്റ്റ്. ഓ അഡ്വക്കേറ്റ് എന്ന് വിളിക്കും. നോ, ഇനി നിങ്ങളുടെ ഒരു ക്ലൂ തരാം. അന്ന് ഞങ്ങൾ ഉത്തരം പറഞ്ഞു രണ്ടുപേരും പറഞ്ഞില്ലേ ഉത്തരം? ഉത്തരം പറഞ്ഞല്ലോ. അതായത് ഇതൊരു അച്ഛനാണ്, പള്ളിയിലെ അച്ഛൻ. ലോ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഈ അച്ഛൻ. ഇത് കുസൃതിയാണോ സീരിയസ് ആണോ? ചെറുതി. ഓ അപ്പൊ എന്നിട്ട് അപ്പൊ ആ അച്ഛനെ എന്ത് വിളിക്കുന്നു? ലോ സ്കൂളിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്. 10 സെക്കൻഡ് ഉണ്ട്. അച്ഛനാണ്. അച്ഛൻ ലോ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി. 4 എന്താണ് അച്ഛനെ 5 6 എഴുത്തച്ഛൻ. 7 അച്ഛാന്ന് വിളിക്കോ? പോയി ഇനി നിങ്ങക്ക് 1 2 ലോ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു അച്ഛൻ. ഒന്ന് തർജിമയൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി ഇതൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും വിളിച്ച തല്ലും. 5 6 ഞാൻ ഒരു ഓപ്ഷൻ തരാം. തർജിമ ചെയ്യൂ ലോ അച്ഛനെ. സ്കൂളിലോ ലോ കോളേജ് എന്നായിക്കോട്ടെ. ലോ കോളേജ്. ഫാദർ 7 ഫാദർ ഫാദർ ഇൻ ലോ. കറക്റ്റ്. അടിപൊളി. അത് കളിക്ക്. ശരി. എടുക്കെടുക്ക് സാധനം നല്ല നോക്കി എടുക്കണേ. നല്ലൊരു ഉത്തരം പറഞ്ഞതാ. ഞാനങ്ങ് എടുക്കട്ടെ. അറിഞ്ഞോണ്ടാണല്ലേ? ചുമ്മാ എടുത്ത. വേറെ ആളൊക്കെ നോക്കിട്ടോ ഞാൻ നോക്കുന്ന. നിങ്ങക്ക് കാണാൻ പറ്റില്ലല്ലേ? എനിക്കും കാണാൻ പറ്റത്തില്ല, അവിടെ തിരിഞ്ഞായിരിക്കുന്നേ. ഞാൻ കണ്ടല്ലോ. അല്ല, ഇങ്ങനെ ഇരിക്കുന്ന ബോക്സിനകത്ത്. ചേട്ടാ എത്ര 1000 ഉണ്ട്? വെച്ചതാരാ ചേട്ടാ? 2000 ഇനിയുണ്ട് 1000 കേട്ടോ. സത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പടയെന്ന് ചോദിക്കാം. ഇത് സിനിമ റിലേറ്റഡ് ആട്ടോ. ആഹാ. കള്ള് കച്ചവടക്കാർക്കിടയിലെ കാറ്റസ്ട്രോഫിക് ഡോൺ ആണ്. കള്ള് അവനറിയാൻ പറ്റും എന്തായാലും. ആരാ ആദ്യം ഫസ്റ്റ്? അവരടിച്ചിട്ട് ഞങ്ങൾ അടിച്ചു. അവരടിച്ചു. കടയാടി ബേബി. ആണോ? കടയാടി ബേബി. കടയാടി ബേബി ഏതാണ്? ബാക്കി ആരും എവിടെ ഇരിക്കണേ? നിക്ക് അത് നമുക്ക് എടുക്കാം. ഏതാ വേണ്ടേ? ഏതൊക്കെ ഉണ്ടെന്നൊന്ന് പറയോ? 11 3 15 ഉണ്ടോ? 11 3 ഉണ്ട്. 9 ഇല്ലേ? 11 3 ഒക്കെ ഉണ്ട്. കഴിഞ്ഞു. 3 ഒക്കെ ഉണ്ട് കേട്ടോ. 9 ആ 3 സീറോയും ഉണ്ടെന്ന് ഓർക്കണം. പൊളി. 800 800. ഇല്ല. ഓക്കേ, അടിപൊളി. ചോദിച്ചോ. ജെൻസി വേർഡ്സ് ഉണ്ടല്ലോ. ഓക്കേ. എന്താ ഫസ്റ്റ് ഇവിടെ. അതെന്താ? പൂക്കിയുടെ അർത്ഥം എന്താണ്? പറ. പൂക്കി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്, ഒരു ക്യൂട്ട് ബോയ് ആണോ? പൂക്കി. അതെ. ഓ യെസ്. പിന്നെ പൂക്കിയുടെ ഓപ്പോസിറ്റ് എല്ലാം നമുക്ക് You know everything. ഞങ്ങൾ ഒന്ന് എടുക്കണ്ടോ? Oh, come on bro. You bang. എടുക്കാൻ പറ്റൂല, അതുകൊണ്ടല്ലേ ബാങ്ക് bullseye ആവും. നോക്കിയെടുക്കാൻ പറ്റൂല. ഏതിൽ എടുക്ക്. കാണാൻ പറ്റും. ഇതൊക്കെ അവിടെ എന്ത് പറഞ്ഞാ മതി? ഇതെന്താ? അയ്യോ, എല്ലാം കമത്തി വെച്ചേക്കണേന്ന് പറഞ്ഞ്. അല്ല, അവിടെ നിന്നിട്ട് അല്ല, പറഞ്ഞാലേ ഇതിൽ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും. അയ്യോ അങ്ങനെയാണെങ്കിൽ 4 എടുത്തോ. 7 എടുക്ക്. ഇംഗ്ലീഷ് ഫോണിൽ സെർച്ച് ചെയ്ത് റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന അവിടെ വരെ നടന്നു പോകുന്നു. അല്ല, കാണാൻ പറ്റത്തില്ല. അങ്ങനെ കണ്ടിട്ട് പോയതാ. ഇല്ല, അങ്ങനെയല്ല ഇരിക്കുന്നത്. അന്ന് 4 എടുത്തോ കുഴപ്പമില്ല. വൈറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം they can't ഇപ്പൊ see it. എന്താ നമ്മളിപ്പോ ജയിക്കൂല എന്തായാലും. നമ്മളെന്തിനെ വാശി പിടിക്കണേ? 1000 ഒന്നും ഉണ്ട്. 4 എടുത്തോ. ഇപ്പൊ ടെക്നിക്ക് 700 പൈസ ആയിട്ട് തരാൻ പറയാം അവർക്ക്. അടുത്ത ചോദ്യം. ഓക്കെ, അല്ല, ഇതിന് ഒരു ടാസ്ക് ഉണ്ട്. ടാസ്ക് ടാസ്ക് ചെയ്യാൻ ഒരു ടീമും ഉത്തരം മൂന്നെണ്ണത്തിന് നമുക്കൊരു ടേബിൾ കൂടി തരോ? ഇത് നിറഞ്ഞു ചെറിയ സൈഡ് ടേബിൾ കൂടി. അപ്പൊ മീൻസ് ഞാൻ തന്നെ ചോദിക്കുക അവസാനം എന്റെ ഗ്രൂപ്പിനോട്. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയൊരു ഫൺ. ഒരു ഡേറ്റിംഗ് ആപ്പിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബയോ എന്തായിരിക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അരികയൊക്കെ പോലെ ഡേറ്റിംഗ് ആപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ബയോ എന്തായിരിക്കും? എന്റെ ബയോ. ശ്യാമ പറഞ്ഞു. Let me be myself. You be yourself. Let me be myself. സിമ്പിൾ അല്ലേ? ശ്യാം, നമ്മുടെയൊക്കെ സമയത്ത് സ്മ്യൂളായിരുന്നു നമ്മുടെ ഡേറ്റിംഗ് ആപ്പ്. നോട്ട് എ സിംഗർ എന്നായിരുന്നു എന്റെ ബയോ. നോട്ട് നോട്ട് എ സിംഗർ. ശ്യാമി ഒരു വരിയിൽ
കണക്ട് ചെയ്ത് മറ്റേ അതെ അതെ അതിലാണ് ഇതിലാണ് ടാസ്ക് ആയി വെക്കായിരുന്നു. സാധകം ചെയ്യാറില്ലേ? അടുത്ത ടാസ്കിൽ ചെയ്യാം. എന്തായാലും ടാസ്ക് ചെയ്യണം. അല്ലേ കൈയടിച്ച് കഴിഞ്ഞാൽ അടുത്ത ടാസ്കിന് ചെയ്യാം. പാടാനാണോ? അല്ല ഞങ്ങളത് അടുത്ത ടാസ്കിന് ചെയ്തോളാം. അല്ല ടാസ്ക് ഇപ്പം 2 ദിവസമല്ലേ ഉള്ളൂ. ആണോ? എന്നാ പഠിക്കാം. मैंने पायल है छनकाई अब तो आजा तू हर जाई, मैंने पायल है छनकाई अब तो आजा तू हर जाई, मेरी മെഴുതിരി പൂത്തരം ഞാൻ പൂങ്കായി ഒലിവിലപ്പന്തലിടാൻ ഈ പൂങ്കാറ്റിൽ ഒലിവിലപ്പന്തലിടാൻ. ഓക്കെ അടിപൊളി. ടാസ്ക് ചെയ്താൽ അവര് സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ അതിന് സൂപ്പർ അല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെ താഴ്ത്തിക്കെട്ടണം ഇപ്പൊ ഇവരെ? അതെ, ഇടക്കിടക്ക് പറഞ്ഞ അവർക്ക് വാലിഡേഷൻ കൊടുത്തോണ്ടിരിക്കുക. ടീം ലീഡർ നിങ്ങൾ ഉടായിപ്പാണ്, നിങ്ങൾ നല്ല ടാസ്ക് ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ഉടായ്പ അല്ലാന്ന് പറഞ്ഞിട്ടില്ല. ആണെങ്കിൽ വിന്നേഴ്സ് ആണല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കച്ചിരി കള്ളും കുടിച്ച് എന്താ മോനെ പക്ഷെ അതല്ല ക്വസ്റ്റ്യൻ. ഓക്കെ പകല് മുഴുവൻ അടികൂടും ഇവര് തമ്മിൽ. രാത്രി അവര് ഭയങ്കര സ്നേഹമായിരിക്കും. ഞങ്ങൾ അടിച്ചു. രാത്രി ആണെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു വെച്ചു. പകല് മുഴുവൻ പണിയെടുക്കുന്നതാണ് എന്താ പറഞ്ഞത്? അല്ല പകല് മുഴുവൻ ഇവര് തമ്മിൽ അടികൂടും. പണിയെടുക്കുന്നു. ഉറങ്ങും. ക്ലൂ ഒരു ക്ലൂ തരാം. നമ്മുടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ പറയാൻ വേണ്ടി ക്ലൂ കൊടുക്കാൻ. ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇത്രയും ഒരു നമ്മുടെ ശരീരഭാഗത്തിലെ ഒരു അവയവമാണ്. ഞാൻ പറയട്ടെ, ഞങ്ങളല്ല അടിച്ചത്. ആൻസർ ഞാൻ പറയാം. കണ്ണ് രാത്രി ഉറങ്ങാൻ കൺപീലി. കല്ലട. ഏത് ഏതാണോ നിങ്ങക്ക് നേരത്തെ ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു? അമ്മ സത്യമില്ല എവിടെ കണ്ടാണ് ചോദിച്ചാളെ. ഇതൊക്കെ എടുത്ത് പഠിക്കാറുണ്ടാവുന്നവര്. പിന്നെ ഇതാ ഷോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സത്യം അമ്മ സത്യം. ഞങ്ങളെ പോലെ ആൾക്കാർക്ക് ഇതൊക്കെ എളുപ്പം കിട്ടും. അല്ല ഇതേ വിടവൊക്കെ പഠിക്കാൻ പറ്റണ. ഏതാണ് മച്ചാനെ? 10 പറ. നമുക്ക് ആ ഒരു സൈഡ് 9 പിടിച്ചാലോ? ആ ഒരു സൈഡിൽ തീർത്താൽ 9 ഏത് 9 ഇല്ലല്ലോ. 9 ഉണ്ട്. എവിടെ? അത് അവര് നേരത്തെ നോക്കി വെച്ചിട്ട് ഇല്ലില്ല മലന്ന് നടക്കണം. ഇങ്ങനെ ഇരിക്കുന്നത് അത് പൂജയായിരിക്കോട്ടെ വെച്ചാലേ കബൂറാവും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കാൻ നോക്കണല്ലേ. സോറി ഇതൊക്കെ 500. ഞങ്ങൾക്ക് സൈഡ് ടേബിൾ തരുമോ? ബെല്ലൊക്കെ സ്ഥലമില്ല. നിങ്ങൾ ടീമിൽ എക്സ്ട്രാ ഒരു ടേബിൾ എത്ര ഇടാം നമുക്ക്? 1000. അതാണ് ഞങ്ങള് രണ്ടുപേരും. അങ്ങനെ ടാസ്ക് ഉണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നികുതിയുള്ള മലയാള മാസം ഏത്? നികുതി ടാക്സ് ഉള്ള മലയാള മാസം. ആരെ ഫസ്റ്റ് ബെസ്റ്റ് അടിച്ചത്? ടാക്സ് ഉള്ള മലയാള മലയാള മാസം. ക്വസ്റ്റ്യൻ കേട്ടില്ല. നികുതിയുള്ള Six. മലയാള മാസം. Seven. ടാക്സ് ഉള്ള മലയാള മാസം അറിയോ? മകരം കുമ്പ് അങ്ങനെ അല്ല വിൽക്കരുതില്ല. 10 9 മകരോ മകരം. കരം. മലയാള മാസം മാകരം. ക്ലൂ വെച്ചിട്ട് തന്നില്ലെങ്കിൽ അല്ല നിങ്ങൾ സമയം കൊടുക്ക 1000 കിട്ടിയ അല്ല ഞാൻ പറഞ്ഞ ചീറ്റി പോയി. കരം. മാകരം. 500 1500 1000 കണക്കൂട്ടാൻ പോലും പറ്റുള്ളൂ. 2600 2900 3200 3600 4100. ഞങ്ങൾക്ക് ഒരിക്കലും tough luck dude 100. ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് വരും ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ റെഡി ഞാൻ പറയാം ആ ടാസ്ക് കൊടുക്കും ഞങ്ങളുടെ ഹുക്ക് സ്റ്റെപ്പ് ഇവര് 3 പേരും കളിക്കണം. ആ നല്ല ഐഡിയ ഇങ്ങനെയൊക്കെ കളിക്ക് ഹുക്ക് സ്റ്റെപ്പ് ഏതാ? കമന്റ്സ് കാണാറുണ്ടോ? അർജുൻ അയ്യോ അർജുൻ ചേട്ടൻ പൊളി ഡാൻസർ, മാത്യൂസ് പൊളി എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ടോ? ആ അത് ആ ഡാൻസ് റെഡി
മാത്യൂസ് കൈയൊക്കെ ചുരുട്ടി കമോൺ റെഡി ഇങ്ങോട്ട് പോവാണ്. ഇത് cheating ആണേ. അടുത്തല്ലേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തോക്കാണെങ്കിൽ കളിക്കാം. അല്ലതെ ഇവിടെ പാട്ടിടുവാ. ഞങ്ങള് task ചെയ്തു. പാട്ടിട്ടു അത് നമുക്ക് കഴിയാം. പോണേന് മുമ്പ് എല്ലാവർക്കും കളിക്കാം. അല്ല, ഞങ്ങള് കളിച്ചു. ടാസ്ക് നിനക്ക് എത്ര സമയം ഞങ്ങള് അവര് 500 കൊടുക്കണം. 100 കൊടുത്താൽ 500 കൊടുത്ത് ഒഴിവാക്ക്. 500 ജയിക്കൂട്ടാ. 1000 എടുത്തു. വേണ്ട 1000 കൊടുത്തു കഴിഞ്ഞാൽ പണി പാളും. എല്ലാം കഴിഞ്ഞ് പോകുമ്പോ അവര് കളിച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ റൂം അവിടെ അടിച്ചേ 10 സെക്കൻഡ് ഉണ്ട് 1 2 3 ചെറിയ റൂമാ. 4 5 6 7 8 9 10 ക്ലൂ Broom. 1 അതെന്താ ക്ലൂ ഇല്ല? അവർക്ക് മാത്രമേ അതിന്റെ അത് പക്ഷേ നിങ്ങൾ നേരത്തെ കേട്ടപ്പോ തന്നില്ലല്ലോ. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നിട്ടുള്ളത്. ഒരു റൗണ്ട് കഴിഞ്ഞാലല്ലേ ക്ലൂ പറയണേ? ഇല്ല. അല്ലെ രണ്ടുപേർക്കും ഒരു റൗണ്ട് കഴിഞ്ഞാലല്ലേ ക്ലൂ? കണ്ണിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു അല്ല അതിന് മുമ്പ് ഇവർക്ക് ഞങ്ങൾക്ക് പാസ് ആയിട്ട് എനിക്ക് ക്ലൂ കൊടുത്തല്ലോ. കഴിഞ്ഞിട്ടാണ് ക്ലൂ. 2 അതെ 3 4 ക്ലൂ 5 വേണം. ക്ലൂ ഇല്ലാണ്ട് എങ്ങനെയാ? 6 ഫോൺ ഫോൺ ഫ്രണ്ട്. ഫ്രണ്ട്. 8 ഫോൺ ഫ്രണ്ട് ഓക്കെ ഓക്കേ ഫോൺ ഫ്രണ്ട്. ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ ബ്രോ. ആരെ വിളിക്കും? എഡിജൻ വിളിക്കട്ടെ. അല്ല 10ന് മുമ്പാണോ ഇവര് ഫോൺ ഫ്രണ്ട് എന്ന് പറഞ്ഞേ? ഞാൻ കൗണ്ട് ഇല്ല. നിങ്ങൾ ഓർത്ത് വെച്ചോട്ടോ. ക്ലൂ ഇപ്പൊ കൊടുക്കരുത്. ക്ലൂ കൊടുക്കരുത്. അരുൺ ടി ജ്യൂസ് എടുത്താൽ അരണ്ടി ദിവസം ഞങ്ങളുടെ ഡയറക്ടറാണ്. ആദ്യം കോൾ ആദ്യം അവിടെ ഇടാൻ പറ്റൂല. എടുക്കണം കേട്ടോ. ശ്യാമിനെ ആലോചിച്ച കിട്ടാന്നുള്ളൂ ഇതൊക്കെ. പിന്നല്ല ശ്യാമിൽ എനിക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും അവിടെ എന്താ ചെയ്യാ? ഒന്നുകൂടി വിളിക്ക് കിട്ടും. അല്ല അവരിപ്പോ പറഞ്ഞില്ലേ ബ്രൂ? 25 സെക്കൻഡ്സ് തരുവാണേ ഫോൺ ഫ്രണ്ടിന്. ഞങ്ങള് മറ്റേ ഗെയിം ഷോന്റെ ഇടയിൽ ഫോൺ ഫ്രണ്ട് വിളിച്ചാണ്. അതെ ലോകത്തിലെ ഏറ്റവും ചെറിയ റൂം. അവിടുന്ന് അവര് ഗൂഗിൾ ചെയ്താലോ? ടൈം നമ്മൾ കൊടുക്കല്ല. 5 സെക്കൻഡേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഹലോ 2 3 ചോദിക്കാം അവരോടൊക്കെ ചോദിക്കി 4 5 വേഗം ചോദിക്കി. അവര് ഗൂഗിൾ ചെയ്താലോ? കഴിഞ്ഞു സമയം കഴിഞ്ഞു. ഓക്കെ. വെച്ചോ. ഇനി നിങ്ങൾക്ക് 10 സെക്കൻഡ് ഉണ്ട്. ഇനി നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങളുടെ ചാൻസ് 1 20 സെക്കൻഡ് കൊടുക്കാൻ 2 കുസൃതി ചോദ്യം ഉണ്ടോ? കുസൃതി ചോദ്യം മഷ്റൂം. കറക്റ്റ്. തോറ്റി അതെന്താ അതിന്റെ എക്സ്പ്ലനേഷൻ? മഷ്റൂം ചെറുതല്ലേ? അപ്പൊ ഗ്രൂം എന്ന് പറഞ്ഞ എന്താ പ്രശ്നം? ഗ്രൂം എന്ന് പറഞ്ഞ മറ്റേ തുടക്കണം. നിങ്ങൾ ഏതാ അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ബ്രൂം എന്ന് പറഞ്ഞ എന്താ കുഴപ്പം? ബ്രൂമോ? ബ്രൂം എന്ന് പറഞ്ഞ മറ്റേ തുടക്കണം. അത് ബ്രൂം സ്റ്റിക്ക്. അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നെ കിട്ടണ്ടേ ആദ്യം തന്നെ. വലുതാ? 11 100 ആയിരിക്കും അതില് 100. ഓ മൈ ഗാഡ്. അൺമാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ താഴെ നിൽക്കുന്നു എന്ന് പറയാനുള്ള ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക്. അത് ക്വസ്റ്റ്യൻ തീരണേലും പഠിച്ചു. സമ്മതിക്കില്ല. എനിക്കറിയാവേ. അറിയോ? കുസൃതിയാണോ? അല്ല തീർന്നപ്പോഴല്ലേ അവിടെ അടിച്ചത്? അല്ല നേരത്തെ അടിച്ചു. കുസൃതിയാണോ? കുസൃതിയാണോ? ആ കുസൃതി. പക്ഷെ തീർന്നില്ലേ? നിങ്ങൾ അടിച്ചു 10 സെക്കൻഡ്. കഴിഞ്ഞായിരുന്നു. സത്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. വേണ്ട വേണ്ട. 3 എന്ത് 2 3 4 നിങ്ങൾക്ക് 10 സെക്കൻഡ് ഉണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്. കറക്റ്റ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ലാസ്റ്റ് ആൻസർ പറഞ്ഞോ. ഏത് വേണം? എന്താ മക്കളെ അല്ല ഞാൻ പറയാം. നമ്മള് ജയിച്ചില്ലേ? 12. സത്യസന്ധമായിട്ട് നമുക്ക് കാര്യം കൊണ്ടേ കൊടുക്കട്ടെ എന്റെ ഒരു ആഗ്രഹം. കുഴപ്പമില്ല. 3100. കാൽക്കുലേഷൻ തെറ്റാണ്. 4100 കറക്റ്റ്. കാൽക്കുലേഷൻ തെറ്റാണ്. അപ്പൊ ടോട്ടൽ 4100 ജസ്റ്റ്. എത്രയുണ്ട്? 400 900 1000 1300 1600 2000 തൊട്ട് പാഷാലിയോടെ കളിക്കുന്ന ടീമിനോട് അവര് 3 പേരുണ്ട്. 4100. നമുക്ക് 3200. അത്ര ഉണ്ടോ? കണക്കും ചെയ്യാൻ അറിയില്ലേ? 3200 3200 4200. അല്ല
വരില്ലേ ഞങ്ങൾ രണ്ടുപേരും അവര് ജയിച്ചു. അതിപ്പോഴാണ് നിങ്ങൾ കളി കഴിഞ്ഞിട്ടൊക്കെയാണ് പറയുന്നത്. തുടർന്നും പറയാൻ പാടില്ല. പക്ഷെ അതെന്ത് കണക്കാ ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറഞ്ഞൊക്കെ സെയിം അല്ലേ? അല്ല നിങ്ങൾക്ക് 3 പേർക്ക് ചിന്തിക്കാറോ ഞങ്ങൾക്ക് നിങ്ങളാ winners, നിങ്ങളാ winners. ഇത് 10 ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറഞ്ഞു. എത്ര 6? അപ്പൊ ഇനി ലാസ്റ്റ് മറ്റേ ഡാൻസ് Okay. അല്ല ഗിഫ്റ്റ് പാട്ടിട്ടോ ഡാൻസ് ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റിന്റെ വരെ കലാൻ ഞാൻ ഡാൻസിന്റെ പവർ ഡാൻസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഡാൻസ് വേണ്ടെന്ന് നോക്കിയാലോ? അപ്പൊ ഞങ്ങൾ തന്ന ടാസ്ക് അതെങ്ങനെ നിങ്ങൾ വേണ്ട അല്ല ഗിഫ്റ്റ് തരും ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റിന്റെ കലാൻ ഡാൻസിന്റെ പവർ ആണോ എന്നാ ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ഓക്കെ കല്ലെ കൊണ്ട് തന്നെ വരെ നമ്മുടെ ടീം കരിങ്കൽ ടീം സ്മാ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ് Well played, SMG. ഒന്നുമില്ല ഞങ്ങൾക്ക് അവര് തരണം അവര് തരണം സമ്മാനം നോക്കാം. ലീഡർ പ്ലീസ് അല്ലല്ല ഞങ്ങളെല്ലാരും ലീഡർ പ്ലീസ് ക്യാപ്റ്റൻ സംഗീത് Oh. ഇനി ഇത് കുലുക്കിയിട്ട് പൊട്ടിച്ച് പരിപാടി കഴിയോ? ടേസ്റ്റ് ഉണ്ടാവും. വേണ്ട കളയണ്ട. ഇത് മറ്റേ ഇതല്ല ആൾക്കാര് അഹങ്കാരി എന്ന് പറയും. കം കം ജോയിൻ തോറ്റ ടീമിന് ഞങ്ങളുടെ ഒരു സമ്മാനമുണ്ട്. അത് നിങ്ങൾ ഡാൻസ് കളിക്കും ഗിഫ്റ്റ് എന്നാ കുപ്പി ഓർക്കൂല. ഇപ്പൊ മനസ്സിലായി രണ്ടുപേരുള്ളതിന്റെ ഗുണം രണ്ടുപേർക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ മറ്റേ 3 പേര് ഷെയർ ചെയ്യണം റെഡി വാവ് ജയിച്ചതിന്റെ കുടിച്ചോളൂ കുടിച്ചോളൂ ഗ്രേപ്പ് സിംഗാരം ജയിച്ചോണ്ട് താങ്ക് യു ഇത് നോൺ Yes. ആൽക്കഹോളിക് അല്ലേ? ആ പിന്നല്ല ഇത് ജസ്റ്റ് തോറ്റവർക്ക് കൊടുക്കും കുറച്ച്. അപ്പൊ എന്തായാലും 14th റൊമാൻസ് റിലീസ് ചെയ്യുവാണ് ക്യാമറ ഇല്ല കളിയാ അപ്പൊ എന്തായാലും 14th റൊമാൻസ് റിലീസ് ചെയ്യുവാണ് ഫെബ് 14th അപ്പൊ അടിച്ചു പൊളിക്കുക കളിക്കണ്ടേ ഏത് ഉണ്ട് ഇത് കഴിയട്ടെ അത് വൈൻഡ് അപ്പ് സെഷൻ അപ്പൊ അത് അടിപൊളിയാവട്ടെ ഇപ്പം അതും കൂടാണ് പൊട്ടിക്കാനുള്ളത് ഞങ്ങളിപ്പോ പൊട്ടിക്കുന്നതായിരിക്കും ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് കിടിലം ഒരു സിനിമയാവട്ടെ അടിപൊളിയായിട്ട് ഇനി ഞങ്ങൾ ഡാൻസോട് കൂടി ഇവിടെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് 1 2 3 4 അല്ല ആ scene ല് അപ്പം എന്തായാലും താങ്ക് യു Thank you so much. അടിച്ചു പൊളിക്കുക പടം ഒരു ഗംഭീര പടമായി മാറട്ടെ Thank you so much. ഫെബ്രുവരി 14th തിയേറ്ററിലുണ്ടാവും റൊമാൻസ് കാണാൻ വേണ്ടി ഫെബ്രുവരി 14th ഞങ്ങളുടെ പടം അപ്പം താങ്ക് യു